ഓഹരി ഉടമകൾക്ക് പണമായി തന്നെ ലാഭവിഹിതം കൈമാറാൻ സാധിക്കാത്ത അവസരങ്ങളിലാണ് കമ്പനിയിൽ നിന്നുള്ള പാരിതോഷികം എന്ന നിലയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അധികമായുള്ള കരുതൽ ധനശേഖരണം വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയും ബോണസ് ഇഷ്യൂ പ്രഖ്യാപിക്കാറുണ്ട്. ഇതിനായി നിർദ്ദിഷ്ട അനുപാതത്തിൽ അധിക ഓഹരികൾ സൗജന്യമായി അനുവദിക്കുന്നു. അതിനാൽ തന്നെ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് ബോണസ് ഓഹരികളെ വിശേഷിപ്പിക്കാറുണ്ട്. കമ്പനിയുടെ ഭാവി വളർച്ചയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നീക്കമായും ബോണസ് ഷെയറിനെ വിലയിരുത്തുന്നു. അതേസമയം ഓഗസ്റ്റ് 12 മുതൽ 16 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബോണസ് ഇഷ്യൂവിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. GRP ലിമിറ്റഡ് ഉപയോഗശൂന്യമായ ടയറുകൾ സംസ്കരിച്ച് റബ്ബറധിഷ്ഠിതമായ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രാജ്യത്തെ മുൻനിര കമ്പനികളിലൊന്നാണ് JRP ലിമിറ്റഡ്. ഇതിൻ്റെ ഓഹരി ഉടമകൾക്ക് 3:1 അനുപാതത്തിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് അറിയിപ്പ്. ഇതനുസരിച്ച് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ GRP ഓഹരിക്കും സൗജന്യമായി 3 ഓഹരികൾ വീതം അധികമായി ലഭിക്കുന്നതായിരിക്കും. ഇതിനായുള്ള ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് 12 ആകുന്നു. നിലവിൽ 1900 കോടി രൂപയാണ് GRPയുടെ വിപണി മൂല്യം. വെള്ളിയാഴ്ച 14,289 രൂപയിലായിരുന്നു GRP ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. 2024 ഇതുവരെ 200% നേട്ടമാണ് ഈ ഓഹരിയിൽ കുറിച്ചിരിക്കുന്നത്. EIH അസോസിയേറ്റഡ് ഹോട്ടൽസ് പ്രീമിയം ലക്ഷറി ഹോട്ടലായ ഒബ്റോയ്, 5 സ്റ്റാർ വിഭാഗത്തിലുള്ള ട്രൈഡൻ തുടങ്ങിയ ബ്രാൻഡുകളിൽ ആഡംബര ഹോട്ടലുകൾ നടത്തുന്ന കമ്പനിയാണ് EIH അസോസിയേറ്റഡ് ഹോട്ടൽസ് ലിമിറ്റഡ്. ഇതിൻ്റെ നിക്ഷേപകർക്ക് 1:1 അനുപാതത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുമെന്നാണ് പ്രഖ്യാപനം. ഇതുപ്രകാരം ഓഹരി ഉടമകളുടെ പക്കലുള്ള ഓരോ EIH അസോസിയേറ്റഡ് ഹോട്ടൽസ് ഓഹരിക്കും വീതം സൗജന്യമായി ഓരോ ഓഹരി കൂടി അധികമായി ലഭിക്കുമെന്ന് സാരം. ഇതിനായുള്ള റെക്കോർഡ് തീയതിയും ബോണസ് തീയതിയും ഓഗസ്റ്റ് 13 ആണ്. നിലവിൽ 2670 കോടിയാണ് EIH അസോസിയേറ്റഡ് ഹോട്ടൽസിൻ്റെ വിപണി മൂല്യം. കഴിഞ്ഞ ദിവസത്തെ വ്യാപാരത്തിനൊടുവിൽ 880 രൂപ നിലവാരത്തിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം ഇതുവരെ 87% വർധനയാണ് ഓഹരി വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിൽക്ക് ഫുഡ് വിവിധതരം പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് മിൽക്ക് ഫുഡ് ലിമിറ്റഡ്. ഇതിൻ്റെ ഓഹരി ഉടമകൾക്ക് 1:1 അനുപാതത്തിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ മിൽക്ക് ഫുഡ് ഓഹരിക്കും വീതം ഒരധിക ഓഹരി കൂടി സൗജന്യമായി നേടാനാകുന്നതായിരിക്കും. ഇതിനായുള്ള ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് 13 ആകുന്നു. നിലവിൽ 474 കോടി രൂപയാണ് മിൽക്ക് ഫുഡ് ലിമിറ്റഡിൻ്റെ വിപണി മൂല്യം. വെള്ളിയാഴ്ച 780 രൂപ നിലവാരത്തിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. 2024 ഇതുവരെ 30% നേട്ടം മിൽക്ക് ഫുഡ് ഓഹരിയിൽ കുറിച്ചിട്ടുണ്ട്. വാൾപ്പർ ന്യൂട്രീഷൻസ് രോഗങ്ങൾ തടയുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഹെർബൽ, ഡയറ്ററി സപ്ലിമെൻറ്റ് ഘടകങ്ങളും ചേരുവകളും നിർമ്മിക്കുകയും നേരിട്ട് വിപണനം നടത്തുകയും ചെയ്യുന്ന ഫാർമ കമ്പനിയാണ് വാൾപ്പർ ന്യൂട്രീഷൻസ് ലിമിറ്റഡ്. നേരത്തെ 1:1 അനുപാതത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് പ്രകാരം നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ വാൾപ്പർ ന്യൂട്രീഷൻസ് ഓഹരിക്കും വീതം സൗജന്യമായി ഓരോ ഓഹരി കൂടി ലഭിക്കുന്നതായിരിക്കും. ഇതിനായുള്ള റെക്കോർഡ് തീയതിയും ബോണസ് തീയതിയും ഓഗസ്റ്റ് 14 നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ 59 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനിയുടെ ഓഹരി SME വിഭാഗത്തിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 124 രൂപയിലായിരുന്നു വാൾപ്പർ ന്യൂട്രീഷൻസ് ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ 50% നേട്ടവും ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രേക്കിംഗ് വിവിധതരം പിച്ചള അഥവാ ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിലും കയറ്റുമതിയിലും ശ്രദ്ധയൂന്നിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് സ്പ്രേക്കിംഗ് ലിമിറ്റഡ്. ഇതിൻ്റെ ഓഹരി ഉടമകൾക്ക് 1:1 അനുപാതത്തിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് നിക്ഷേപകരുടെ കൈവശമുള്ള ഓരോ സ്പ്രേക്കിംഗ് ഓഹരിക്കും വീതം ഒരധിക ഓഹരി കൂടി സൗജന്യമായി നേടാനാകും. ഇതിനായുള്ള ബോണസ് തീയതിയും റെക്കോർഡ് തീയതിയും ഓഗസ്റ്റ് 14 ആകുന്നു. നിലവിൽ 220 കോടി രൂപയാണ് സ്പ്രേക്കിംഗ് ലിമിറ്റഡിൻ്റെ വിപണി മൂല്യം. വെള്ളിയാഴ്ച 41 രൂപയിലായിരുന്നു ഈ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. 2024 ഇതുവരെയുള്ള കാലയളവിനിടെ സ്പ്രേക്കിംഗ് ഓഹരിയുടെ വിപണി വില കാര്യമായ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഓഹരി വിപണിയിലെ നിക്ഷേപ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക, സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടി നിൽക്കുക ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.